മണ്ഡപത്തിലേക്ക് ഇരിക്കാതെ ആദി വെറുതെ നിൽക്കുന്ന കണ്ട നിരഞ്ജൻ കടുത്ത സ്വരത്തിൽ വീണ്ടും പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ മിസ്റ്റർ നിരഞ്ജൻ. ആരുടെയൊക്കെയുള്ള പക തീർക്കാൻ ഒരു പാവം പെൺകുട്ടിയെ ഇത്രയും ദ്രോഹിച്ചിട്ടും നിങ്ങൾക്ക് യാതൊരു കുറ്റബോധവും തോന്നില്ലേ? അതും താൻ ജീവൻ കൊടുത്ത സ്വന്തം കുഞ്ഞിനെ. ഒരു ജന്മം മുഴുവൻ അവൾ അനുഭവിച്ച അനാഥത്വത്തിനും അപമാനത്തിനും വേദനയ്ക്കും അരക്ഷിതാവസ്ഥകൾക്കും നിങ്ങളല്ലേ കാരണം? ആദ്യം അത് ചോദിച്ചതും നിരഞ്ജന്റെ മുഖത്ത് അമർഷം നിറഞ്ഞു. ഇവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അപമാനിക്കുകയാണ്. ഇല്ലടാ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നില്ല. മറിച്ച് സംതൃപ്തിയാണുള്ളത്. എന്നെ പ്രണയം നടിച്ച് വഞ്ചിച്ചവളുടെ ജാരസന്തതിയാണ് ആ പെണ്ണ്. അവൾ നരകിയെന്നാണ് എൻ്റെ ആനന്ദം. എനിക്കതിൽ യാതൊരു വിഷമമോ കുറ്റബോധമോ ഇല്ല. മേലിലും ഇതന്നിൽ ഉണ്ടാകാൻ പോകുന്നില്ല. നീ വെറുതെ ശ്രമിക്കേണ്ട. ഈ നിരഞ്ജന അടികയുടെ മുന്നിൽ ആദിശേഷ് തോറ്റു പോവുകയുള്ളൂ. അതുകൊണ്ട് ഇനി അധികം സംസാരമൊന്നും വേണ്ട. വേഗം മണ്ഡപത്തിൽ കയറി അപ്പൂനെ താലി കെട്ടാൻ നോക്ക്. നിങ്ങൾ ഇത്രയ്ക്ക് നീചനാണോ നിരഞ്ജൻ? മനസാക്ഷിയൊന്നുമില്ല നിങ്ങൾക്ക്? നിങ്ങളുടെ മകൾ ഈ നിൽക്കുന്ന അപ്സരയാണ്. എൻ്റെ പാറക്കുട്ടിയുടെ സ്ഥാനത്തെങ്കിലോ? അങ്ങനെ പോലും നിങ്ങൾക്ക് ചിന്തിക്കാനാവുന്നില്ലേ? നിങ്ങളുടെ മകളെപ്പോലെ ഒരു പെൺകുട്ടിയല്ലേ അവളും? രോഷവും സങ്കടവും കൊണ്ട് ആദിയുടെ വാക്കുകൾ ചിതറിപ്പോയി. അവളെങ്ങനെ എൻ്റെ അപ്പൂവിനെ പോലെ ആകും? ഇവൾ നിരഞ്ജൻ അടിയുടെ മകളാണ്. ആ തെണ്ടിപ്പണിനെയും എൻ്റെ മകളെയും തമ്മിൽ കമ്പയർ ചെയ്യരുത്. ആദി പുച്ഛത്തോടെ നിരഞ്ജനെ നോക്കി. താനൊരു നീചനാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇത്രയ്ക്ക് നീചനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആദി പറഞ്ഞ വാക്കുകൾ കേട്ട് അയാൾ അമർഷം നീറിപ്പോകഞ്ഞു. നീ വലിയ വർത്തമാനമൊന്നും പറയണ്ട. നീ വളരെ കാര്യമായിട്ട് നിന്റെ അനിയത്തിയെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. എൻ്റെ മകൾ പരാതി പറയുന്നുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ അപ്പുവിനെ കാണാൻ വന്നിട്ട് പോലും നീ അനിയത്തിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന്. സപ്പോസ് ഈ പെൺകുട്ടി നിന്റെ സ്വന്തം രക്തമല്ലെന്ന് അറിഞ്ഞാൽ ഉള്ള നിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക്. യു ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. ഇതുവരെ ഉണ്ടായിരുന്ന സ്നേഹമൊക്കെ അങ്ങോട്ട് പോകും. സ്വന്തം രക്തത്തോടുള്ള സ്നേഹം ഒരു മനുഷ്യനും അനിയൻ്റെ രക്തത്തോടുണ്ടാവില്ല. നിന്റെ അനിയത്തി ദേവശിക നിന്റെ അച്ഛൻ്റെ മകളല്ലെന്ന് അറിയുന്ന ഒരു നിമിഷം നിന്റെ ലൈഫിൽ ഉണ്ടായാൽ എപ്പോൾ നീ അവളെ ചവിട്ടി തെറുപ്പാക്കിയെന്ന് നോക്കിയാൽ മതി. നിരഞ്ജന പറഞ്ഞതിന് ആദ്യം മറുപടി പറഞ്ഞില്ല. പക്ഷേ അവൻ അയാളിൽ നിന്ന് തൻ്റെ കണ്ണുകൾ മാറ്റിയിരുന്നില്ല. നിരഞ്ജൻ വിജയഭാവത്തിൽ ചിരിച്ചു. എന്താടാ, നിന്റെ നാവിറങ്ങിപ്പോയോ? ഇത്രയും നേരം എടുത്താൽ പൊങ്ങാത്ത ആദർശങ്ങളൊക്കെ നീ എൻ്റെ മുന്നിൽ നിന്ന് വിളമ്പുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇവരുടെയൊക്കെ മുന്നിൽ ക്രൂരനും നിന്ദ്യനുമായ ഒരു മനുഷ്യനായി എന്നെ ചിത്രീകരിക്കാൻ നിനക്ക് വലിയ മിടുക്കായിരുന്നല്ലോ. എന്തേ, ഞാൻ ചോദിച്ചിട്ട് മറുപടിയില്ലേ? അപ്പോൾ എൻ്റെ അവസ്ഥ നിനക്ക് വന്നാൽ തീരാവുന്ന ശൗര്യവും ആദർശവും ഉള്ളൂ നിനക്ക് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? കേരള മണ്ഡപത്തിലേക്ക് എന്നെയും എൻ്റെ മകളെ ചതിക്കാമെന്ന് നീ വിചാരിച്ചോ? നിരഞ്ജൻ ദേഷ്യത്തോടെ ആദ്യം പിടിച്ച് മുന്നോട്ട് തള്ളി. എടോ, അവനെ തൊട്ടാലുണ്ടല്ലോ. അലൻ നിരഞ്ജൻ നേർക്കടുത്തതും ആദ്യം അവനെ കയ്യിൽ പിടിച്ച് തടഞ്ഞു. വീണ്ടും നിരഞ്ജന്റെ കണ്ണുകളിലേക്ക് തന്നെ തറച്ചു നോക്കി. ആദിശേഷന് ഒരു ഭാര്യയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണെ ഉണ്ടാകൂ. അതെൻ്റെ പാറുകുട്ടിയാണ്. നിങ്ങൾ എത്ര കിണഞ്ഞ് ശ്രമിച്ചാലും നിങ്ങളുടെ നിൽക്കുന്ന മകൾക്ക് ഞാൻ സ്വന്തമാകില്ല. പിന്നെ പാറണ നിരഞ്ജന്റെ മകളാണെന്ന് തെളിഞ്ഞില്ലെങ്കിൽ മാത്രമല്ലേ ഞാൻ അപ്സര വിവാഹം കഴിക്കേണ്ടതുള്ളൂ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവൾ എൻ്റെ മകളെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. ഈ ആദിശേഷ് വിഡ്ഢിയാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നിരഞ്ജൻ, ആ പ്രയോഗം ചേരും തനിക്കാണ്, തനിക്ക് മാത്രമാണ്. ആരോ എന്തൊക്കെയോ അപവാദങ്ങൾ പറഞ്ഞു കേട്ട് സ്വന്തം ഭാര്യയെ സംശയിച്ച നീചനാണ് താൻ. പാർവണയുടെ അമ്മ യമുനയെ തനിക്ക് മുൻപേ രാഘവൻ എന്ന ലോറി ഡ്രൈവർ പ്രൊപ്പോസ് ചെയ്തിരുന്നു. യമുന ആ വിവാഹാഭ്യർത്ഥന നിരസിച്ചു. പിന്നീട് അവർ താനുമായി പ്രണയത്തിലാകുകയും തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെ വിട്ടുകളയാനുള്ള വെറും മോഹമായിരുന്നില്ല രാഘവനോട് യമുനയോടുണ്ടായിരുന്നത്. അങ്ങനെയാണ് തൻ്റെ ചെറിയമ്മയുടെ മകളായ സാവിത്രിയെ സമീപിച്ച് എങ്ങനെയും യമുനയെ സ്വന്തമാക്കാൻ തന്നെ സഹായിക്കണമെന്ന് രാഘവൻ അഭ്യർത്ഥിച്ചത്. നിരഞ്ജന്റെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു. സാവിത്രിയും രാഘവനും തമ്മിലുള്ള ബന്ധം അയാൾ അറിഞ്ഞിട്ടില്ലെന്ന് അതിൽ നിന്ന് വ്യക്തമായിരുന്നു. ആദ്യം തുടർന്നു. നിങ്ങളെ വിവാഹം കഴിച്ചത് വഴി യമുനയ്ക്ക് വന്നു ചേർന്ന ആഡംബര ജീവിതത്തിൽ സാവിത്രി അസൂയാലുവായിരുന്നു. അവർ ഇത് തന്നെ അവസരമെന്ന് കരുതി പലപ്പോഴും രാഘവൻ അവിടേക്ക് വിളിച്ചു വരുത്തി. അയാൾ യമുനയെ കാണാൻ വന്നതാണെന്ന വിധത്തിൽ നിങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി. ഒരു ദിവസം രാത്രി രാഘവൻ നിങ്ങളുടെ വീട്ടിൽ നിന്നിറങ്ങി വരുന്നത് നിങ്ങൾ കണ്ടു. അന്ന് യമുന അറിയാതെ അയാൾക്ക് വാതിൽ തുറന്നു കൊടുത്തത് സാവിത്രിയായിരുന്നു. രാഘവൻ അവരെ ബലമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ യമുന അയാളെ എതിർത്തു. അയാളെ വാതിലിന് പുറത്തേക്ക് തള്ളി അവർ വാതിലടച്ചു. രാഘവൻ പുറത്തേക്ക് ഇറങ്ങിയതും നിങ്ങൾ അയാളും തമ്മിൽ സംഘടനമുണ്ടായി. അപ്പോഴേക്കും രാഘവന്റെ സിരകളിൽ യമുന നേടുകയെന്നതൊരു വാശിയായി പടർന്നിരുന്നു. യമുന വിളിച്ചിട്ടാണ് താൻ വന്നതെന്ന് രാഘവൻ നിങ്ങളോട് ആകർഷിച്ചു. വെടക്കാക്കി തനിക്കാകുക എന്ന ലക്ഷ്യമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. നേരത്തെ തന്നെ സാവിത്രി കുത്തിവെച്ച വിഷം മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് നിങ്ങളത് കണ്ണും പൂട്ടി വിശ്വസിച്ചു. പാർവണ രാഘവന്റെ മകളാണെന്ന് കൂടി അയാൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ പതനം പൂർത്തിയായി. നിരഞ്ജൻ വിയർത്തു തുടങ്ങിയിരുന്നു. ഒരിക്കലും മറക്കാനാവാത്ത കഴിഞ്ഞ കാല സംഭവങ്ങൾ അയാളുടെ മുന്നിൽ കൂടുതൽ മിഴിവോടെ തെളിഞ്ഞു വന്നു. ഇതൊക്കെ നീ എങ്ങനെയാണ് അറിഞ്ഞത്? അയാൾ വിറച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ എങ്ങനെ അറിഞ്ഞത് അവിടെ നിൽക്കേണ്ട മിസ്റ്റർ നിരഞ്ജൻ. ലെറ്റ് മീ സേ ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി. അന്ന് രാത്രി മുഴുവൻ രാഘവന്റെ പേരും പറഞ്ഞ് നിങ്ങൾ യമുനയെ വഴക്കിടുകയായിരുന്നു. എന്തിന്? സാവിത്രിയുടെ മുന്നിൽ വെച്ച് നിങ്ങൾ അവരുടെ മുടിക്ക് കുത്തിപ്പിടിക്കുകയും കാരണത്ത് അടിക്കുകയും ചെയ്തു. പാർവണ രാഘവന്റെ മകളാണെന്ന് നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അതെല്ലാം വീഴാതെ കേട്ടാതെ സാവിത്രി രാഘവനെ അറിയിക്കുകയും ചെയ്തു. രാഘവന്റെ ഭാഗത്തു നിന്നുണ്ടായ മോശം പെരുമാറ്റത്തിൽ തന്നെ യമുനയൊക്കെ തളർന്നു പോയിരുന്നു.
അതിൻ്റെ കൂടെ നിങ്ങളുടെ ഭർസനവും മകളുടെ പിതൃത്വത്തിലുള്ള സംശയം കൂടി ആയപ്പോൾ യമുനയാകെ തകർന്നു പോയി. അവർക്ക് ആദ്യമായി നിങ്ങളോട് വെറുപ്പ് തോന്നി. വർദ്ധിച്ചു വന്ന നിങ്ങളുടെ സംശയരോഗം ആ വെറുപ്പിന് ആക്കം കൂട്ടി. അപ്പോഴേക്കും യമുനയെ ഉപേക്ഷിക്കാനുള്ള നിങ്ങളുടെ വീട്ടുകാരുടെ പ്രേരണകൾ നിങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞിരുന്നു. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് യമുനയെ ഉപേക്ഷിച്ചാൽ മതിയെന്നായി. എന്ത് നഷ്ടപരിഹാരവും കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നു. അതിൻ്റെ മുന്നോടിയായാണ് ഒരുമിച്ച് താമസിച്ചിരുന്ന ഇല്ലം നിങ്ങൾ യമുനയുടെ പേരിൽ എഴുതിയത്. പക്ഷേ യമുന നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തു. കോടതി വിധിച്ച DNA ടെസ്റ്റിൽ പാർവണ നിങ്ങളുടെ മകളല്ല എന്ന റിപ്പോർട്ടാണ് നിങ്ങൾ അറിഞ്ഞത്. യമുന തെറ്റ് ചെയ്തിട്ടില്ലെന്നാണോ നീ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ DNA ടെസ്റ്റിൽ പാർവണ എങ്ങനെ എൻ്റെ മകളല്ലാതെ? മാത്രമല്ല, ഞാൻ ഉപേക്ഷിച്ച പാടെ ആ രാഘവൻ്റെ കൂടെ എൻ്റെ ഭാര്യയായിരുന്നവൾ പോയത് എന്തിനാണ്? നിങ്ങൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും മിസ്റ്റർ നിരഞ്ജൻ. എല്ലാത്തിനും മറുപടി തരാം. ആദി, സമയം പോകുന്നു. മുഹൂർത്തം. നിരഞ്ജൻ്റെ സ്വരം ദുർബലമായിരുന്നു. മുഹൂർത്തമൊക്കെ എപ്പോഴേ തെറ്റി മിസ്റ്റർ നിരഞ്ജൻ. ഇനിയിപ്പോൾ ഇതിനൊരു അവസരം ഉണ്ടായിട്ട് ബാക്കി ആലോചിക്കാം. 2-3 മിനിറ്റുകൾ നിശബ്ദമായി കടന്നുപോയി. ആദ്യാലനെ മാറ്റി നിർത്തി എന്തോ പറഞ്ഞു. അവൻ തൻ്റെ മൊബൈലെടുത്ത് ആരെയും വിളിച്ചു. 4-5 മിനിറ്റിനുള്ളിൽ നിരഞ്ജൻ അടിയുടെ ബംഗ്ലാവിൻ്റെ മുന്നിൽ ഒരു കാർ വന്നു നിന്നു. കാറിൽ നിന്നിറങ്ങിയ 2 ചെറുപ്പക്കാർ വൃദ്ധനെന്ന് തോന്നിക്കുന്ന അവശനായ ഒരാളെ ഇറങ്ങാൻ സഹായിച്ചു. അപ്പോഴേക്കും മറ്റൊരാൾ ഒരു വീൽചെയർ ഇറക്കിയിരുന്നു. വീൽചെയറിൽ ആ വയ്യാത്ത ആളെ ഇരുത്തി ചെറുപ്പക്കാർ മുന്നോട്ട് തള്ളിക്കൊണ്ടുവന്നു. അവർ അയാളെ ആദിയുടെ മുന്നിൽ കൊണ്ടുവന്നു. അയാൾ ആദ്യം കണ്ടപ്പോൾ ഭയഭക്തി ബഹുമാനങ്ങളുടെ കൈകൾ കൂപ്പിപ്പിടിച്ചു. പിന്നെ നിരഞ്ജൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാളുടെ മുഖം വിളറുകയും കുനിയുകയും ചെയ്തു. നിങ്ങൾക്ക് ഇയാളെ ഓർമ്മയുണ്ടോ മിസ്റ്റർ നിരഞ്ജൻ? ആദി കടുത്ത ശബ്ദത്തിൽ ചോദിച്ചു. അയാളെ കണ്ടപ്പോഴേക്കും നിരഞ്ജൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. ആ മുഖത്ത് രോഷത്തിൻ്റെ കനലുകൾ പരക്കുന്നത് ആദി ശ്രദ്ധിച്ചു. എനിക്കറിയാം, നിങ്ങൾ രാഘവനെ അങ്ങനെ മറക്കാനിടയില്ലെന്ന്. നിങ്ങളുടെ മുൻ ഭാര്യയുടെ ഇപ്പോഴത്തെ ഭർത്താവാണ് ഇയാൾ. നിങ്ങൾ സ്വന്തം ഭാര്യയെ സംശയിച്ചതും സ്വന്തം മകളുടെ പിതൃത്വത്തെ സംശയിച്ചതും ഇയാൾ കാരണമാണ്. ഇയാൾ സാവിത്രിയും കൂടി ഉണ്ടാക്കിയ ഒരു കള്ളമാണ് നിങ്ങളുടെ കുടുംബജീവൻ തകർത്തത്. ആദ്യ പറയുന്നത് കേട്ട് രാഘവൻ ദയനീയമായി നോക്കി. നീ എന്തിനാ ആദ്യം ഇയാളെ ഇവിടെ കൊണ്ടുവന്നത്? നിരഞ്ജൻ്റെ ശബ്ദത്തിൽ രോഷം കിളർന്നു. എനിക്ക് ഇവനെ കാണുന്നത് പോലും ഇഷ്ടമല്ല. ഇവനും അവളും കൂടി തകർത്തത് എൻ്റെ ജീവിതമാണ്. ഇയാൾക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മിസ്റ്റർ നിരഞ്ജൻ. നിങ്ങൾക്ക് ഇയാളുടെ ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. ചിലപ്പോൾ ഇയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ ദേഷ്യം ഇരട്ടിക്കാനും മതി. എങ്കിലും നിങ്ങളിത് കേൾക്കൂ. എന്താണ് ഈ പരമചര്യയ്ക്ക് എന്നോട് പറയാനുള്ളത്? നീ ഇവൻ എൻ്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോവാതി, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിരഞ്ജൻ നിന്ന് ജ്വലിച്ചു. ആദ്യ രാഘവനെ തിരിഞ്ഞു. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഇനി ഇതുപോലൊരു അവസരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. രാഘവൻ കുറ്റബോധം നിറഞ്ഞ മുഖത്തോടെ നിരഞ്ജനെ നോക്കി. പിന്നെ ദയനീയമായി കൈകൂപ്പി. ഓർക്കണമെന്ന് പറയാനുള്ള അർഹത ഈ മഹാഭാവിക്കില്ല. യമുന നിങ്ങളെ മാത്രം വിചാരിച്ച് ജീവിച്ചവളാണ്. അവൾക്ക് നിങ്ങളുടെ വിവാഹത്തിന് മുമ്പോ അതിനുശേഷമോ എന്നോട് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. അവളുടെ മകൾ നിങ്ങളുടെ കുഞ്ഞാണ്. സത്യമായി അത് നിങ്ങളുടെ കുഞ്ഞാണ്. അന്ന് സാവിത്രിയാണ് എന്നെ യമുനയുടെ മുറിയിലേക്ക് നിങ്ങൾ ഇല്ലാത്ത നേരത്ത് കയറ്റി വിട്ടത്. ഞാൻ അവളുടെ മുമ്പിൽ കരഞ്ഞു, കാല് പിടിച്ചു. അവസാനം ഒന്നിനുമുള്ള വഴങ്ങലിൽ കണ്ടപ്പോൾ ബലപ്രയോഗം നടത്താൻ ശ്രമിച്ചു. പക്ഷേ അവൾ എതിർത്ത് നിന്നു. അപ്പോഴാണ് പുറത്ത് നിങ്ങളുടെ കാറിൻ്റെ ശബ്ദം കേട്ടത്. ഞാൻ വേഗം ചാടി പുറത്തിറങ്ങി. എന്നെ അവിടെ കണ്ടപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ യമുനയെ തെറ്റിദ്ധരിച്ചു. യമുനയെ നേടിയവൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് കടുത്ത പകയും അസൂയയുമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്നേക്കാൾ നിലയും വിലയും പണവും ഉള്ളത് കൊണ്ടാണല്ലോ അവൾ നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു പോയി. നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ യാതൊരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് ഞാനും അവളും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം മകൾ നിങ്ങളുടെ രക്തത്തിൽ ഉണ്ടായതല്ല എന്ന് ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. സത്യമായും എനിക്ക് കുഞ്ഞിനോട് യാതൊരു സ്നേഹവും ഉണ്ടായിരുന്നില്ല. കാരണം അവൾ എൻ്റെ മകളല്ല, നിങ്ങളുടെ മകളായിരുന്നു. നിങ്ങളുടെ മകൾ എന്ന നിലയ്ക്ക് എനിക്ക് അവളോട് പകയായിരുന്നു. എൻ്റെയും ഇവനുടെയും വിവാഹശേഷം സാവിത്രി അവളെ ഇട്ട് നരകിപ്പിക്കുന്നത് എനിക്കറിയാമായിരുന്നു. എന്നിട്ട് പോലും ഞാൻ അവളെ ഞങ്ങളുടെ കൂടെ കൂട്ടാൻ യമുനയെ അനുവദിച്ചില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞു മാറ്റി പറയാൻ തയ്യാറാകാതിരുന്നതും മറ്റൊന്നും കൊണ്ടല്ല. സത്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞാൽ വീണ്ടും നിങ്ങൾ യമുനയെ തേടി വരുമോ എന്ന് ഞാൻ ഭയന്നു. അവളെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പാർവണ എൻ്റെ മകളാണെന്ന് സ്ഥാപിക്കേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു. നിങ്ങൾ ഉപേക്ഷിച്ച ശേഷം യമുന ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടി. മാത്രമല്ല, ആ കുഞ്ഞിനോട് പോലും അവൾക്ക് വെറുപ്പായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ വീണ്ടും വിവാഹാലോചനയുമായി ചെല്ലുന്നത്. ആദ്യമൊന്നും അവളെന്നെ കാണാൻ പോലും കൂട്ടാക്കിയില്ല. പക്ഷേ പിന്നീട് നിങ്ങൾ യമുനയെ തിരിഞ്ഞു നോക്കാതെയായി. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ യമുന വളരെ വിഷമിച്ച നാളുകളായിരുന്നത്. യമുനയുടെ സഹോദരൻ രാഹുലേനാണെങ്കിൽ തൻ്റെ കുടുംബം തന്നെ നോക്കാൻ കഷ്ടപ്പെട്ടിരുന്നു. യമുനയുടെ തകർന്ന ജീവിതത്തിൽ അയാൾക്ക് വിഷമമുണ്ടായിരുന്നു. മാത്രമല്ല, നടന്ന സംഭവങ്ങളൊന്നും തന്നെ രാഹുലേനെ അറിയുമായിരുന്നില്ല. നിങ്ങൾ യമുനയെ ഉപേക്ഷിക്കാൻ വേണ്ടി ഒരു കള്ളക്കഥ മെനഞ്ഞു എന്നാണ് അയാൾ വിചാരിച്ചിരുന്നത്. ഇതിൽ എനിക്കും സാവിത്രിക്കും പങ്കിടുന്ന അയാൾ അറിഞ്ഞതേയില്ല. അയാൾ നിങ്ങളെ പലവട്ടം കാണാൻ ശ്രമിച്ചിട്ടും നിങ്ങൾ അയാൾക്ക് മുഖം കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായി ബന്ധമൊഴിഞ്ഞപ്പോൾ എന്നെ വിവാഹം കഴിക്കാൻ അയാളും യമുനയെ നിർബന്ധിച്ചു. പക്ഷേ അവളുടെ മകളെ കൂടെ കൂടാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. യമുന എതിർക്കുമെന്ന് വിചാരിച്ചെങ്കിലും അതുണ്ടായില്ല. പക്ഷേ ആ പെൺകുഞ്ഞിനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായതയിലായിരുന്നു അവൾ. അനാഥാലയത്തിൽ ഏൽപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞു.
ഞങ്ങളുടെ സംഭാഷണമെല്ലാം കേട്ട് കണ്ണീരൊഴുകി പടിയിൽ പകച്ചു നിന്ന കൊച്ചു പെൺകുഞ്ഞിനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ സാവിത്രി പറഞ്ഞു, കുഞ്ഞിനെ താൻ നോക്കിക്കോളാമെന്ന്. പകരം ഇല്ലത്തിൻ്റെ അവകാശം തനിക്ക് എഴുതി തരണമെന്ന്. അവസാനം യമുന അതിന് സമ്മതിക്കുകയായിരുന്നു. ഞങ്ങളുടെ സംഭാഷണമെല്ലാം കേട്ട് കണ്ണീരൊഴുക്കി വാതിൽപ്പടിയിൽ പകച്ചു നിന്ന കൊച്ചു പെൺകുഞ്ഞിനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ സാവിത്രി പറഞ്ഞു, കുഞ്ഞിനെ താൻ നോക്കിക്കോളാമെന്ന്. പകരം ഇല്ലത്തിൻ്റെ അവകാശം തനിക്ക് എഴുതി തരണമെന്ന്. അവസാനം യമുന അതിന് സമ്മതിക്കുകയായിരുന്നു. രാഹുലിന് പാർവണിയുടെ സ്നേഹമുണ്ടായിരുന്നെങ്കിലും അയാൾക്ക് സാവിത്രിയെ പേടിയായിരുന്നു. ആ പെൺകുഞ്ഞിന് ധൃവതി അവിടെ തുടങ്ങുകയായിരുന്നു. മറ്റുള്ളവരെല്ലാം ശബ്ദരായി നിൽക്കവേ രാഘവൻ തുടർന്ന് പറഞ്ഞു, ഞാനൊരു ലോറിയിലെ ഡ്രൈവറായി ജോലി ചെയ്യുന്നിരുന്നവനാണ്. പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടു. 2 വർഷം മുൻപ് ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നുപോയി. ചെയ്ത പാപങ്ങളുടെ ആവാം ഇപ്പോൾ ഞാൻ ഈ വീൽ ചെയറിലാണ്, അല്ലെങ്കിൽ കിടക്കയിൽ. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥ. എൻ്റെ ചികിത്സയിൽ കുറേ കാശ് ചിലവായി. സമ്പാദ്യമെല്ലാം തീർന്നോടെ നിത്യച്ചെലവിന് പോലും ബുദ്ധിമുട്ട് വന്നു. ഞാൻ കിടപ്പിലായതോടെ യമുനയുടെയും എൻ്റെ കുട്ടികളുടെയും അവസ്ഥ വളരെ കഷ്ടത്തിലായി. ആരും ഞങ്ങളെ സഹായിച്ചില്ല. യമുന വീട്ടുജോലിക്ക് പോയിട്ടാണ് കുടുംബം പുലർത്തുന്നത്. അങ്ങനെ ഇരിക്കാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആദി സാർ ഞങ്ങളെ തേടി വന്നത്. ഇദ്ദേഹം എന്നോട് സംസാരിച്ചു. അന്ന് നിങ്ങളുടെയും യമുനയുടെയും ജീവിതത്തിൽ നടന്നത് എന്താണെന്ന് ചോദിച്ചു. കിടക്കയിൽ കിടന്ന് നരകജീവിതം അനുഭവിക്കുന്ന എനിക്ക് പശ്ചാത്താപം തുടങ്ങിയിരുന്നു. ഞാൻ ഒരുപാട് ദ്രോഹിച്ച പെൺകുഞ്ഞിനെ നിറഞ്ഞ കണ്ണുകൾ എന്നെ എപ്പോഴും ശല്യപ്പെടുത്തിയിരുന്നു. മരിക്കുന്നതിന് മുൻപ് എല്ലാം യമുനയുടെയെങ്കിലും തുറന്നു പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. യമുനയെ നിങ്ങളിൽ അകറ്റാനായി ഞാനും സാവിത്രിയും കൂടി നിങ്ങളുടെ മുന്നിൽ നടത്തിയ നാടകങ്ങളെക്കുറിച്ച്. പക്ഷേ അവൾ എന്നെയും മക്കളെയും ഉപേക്ഷിച്ചു പോയാലെന്ന ഭയം എന്നെ അതിൽ നിന്ന് തടഞ്ഞു. പക്ഷേ ആദി സാർ യമുനയുടെ മുന്നിൽ വെച്ച് എല്ലാം ചോദിച്ചപ്പോൾ എനിക്കൊന്നും തന്നെ മറച്ചു വെക്കാനായില്ല. അങ്ങനെ എല്ലാ വിവരങ്ങളും യമുന അറിഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞതുപോലുമില്ല. ആകെ മരവിച്ച അവസ്ഥ. ഞാൻ പേടിച്ചതുപോലെ അവൾ എന്നെയും മക്കളെയും ഉപേക്ഷിച്ചു പോയില്ല. പക്ഷേ അതിൽ പിന്നെ അവൾ എന്നോട് സംസാരിച്ചിട്ടില്ല. പിന്നെ വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ പഠിപ്പുമൊക്കെ ഇപ്പോൾ ആദി സാറിൻ്റെ കാരുണ്യത്തിലാണ് നടക്കുന്നത്. രാഘവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾ പെട്ടെന്ന് കൈ ഉയർത്തി തുടച്ചു. എൻ്റെ ജന്മം കിടക്കയിൽ തന്നെ തീരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതിനു മുൻപ് ഞാൻ ആ പെൺകുഞ്ഞിനോട് ചെയ്ത ചതി എനിക്ക് ഏറ്റുപറയണമെന്ന് തോന്നി. അത് നിങ്ങളുടെ കുഞ്ഞാണ് നിരഞ്ജൻ സാർ, നിങ്ങളുടെ രക്തത്തിൽ പെടുന്ന സ്വന്തം മകൾ. അതിനെയാണ് നിങ്ങൾ ഇത്രയും കാലം വേറൊരുവൻ്റെ എന്ന് വിചാരിച്ച് ആട്ടിപ്പായിപ്പിച്ചത്, ദ്രോഹിച്ചത്. നിരഞ്ജനാകെ തരിച്ചു നിൽക്കുകയായിരുന്നു. അയാൾക്ക് തലയ്ക്കൊരു അടിയേറ്റതുപോലെ തോന്നി. അയാളുടെ ദേഹം സംഭ്രമത്താൽ വിറച്ചു. ഇല്ല, ഇല്ല, നിങ്ങൾ കള്ളം പറയുകയാണ്. ഇതൊക്കെ ഇവൻ നിങ്ങളെക്കൊണ്ട് പറയിക്കുകയാണ്. ഈ ആദിശേഷ്, ഇവൻ എന്നോട് പകയുണ്ട്. എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ ഞാൻ ഇവനെ നിർബന്ധിച്ചതിനും നിരുപമയെ വരുത്തിയതിനുമൊക്കെ ഇവൻ എന്നോട് പകയുണ്ട്. നിരഞ്ജൻ ഭ്രാന്ത് പിടിച്ചതുപോലെ പിറുപിറുത്തു. പക തീർക്കുകയാണ് എന്നോട് ഇവൻ, പക തീർക്കുകയാണ്. ആദ്യ ചുറ്റുമുള്ളവർ ശ്രദ്ധിച്ചു. വൈകാലക്ഷ്മി ആകെ സ്തബ്ധതയായി നിൽക്കുകയാണ്. ബാക്കിയുള്ളവരുടെ അവസ്ഥ അത് തന്നെ. ഇന്ദിര കാറ്റുപോയ ബലൂൺ പോലെ ആയിട്ടുണ്ട്. അപ്സരയുടെ ഭാവം കണ്ടാൽ മുഖത്തൊരു അടിയേറ്റതുപോലെ തോന്നുമായിരുന്നു. അവളുടെ കണ്ണുകളിൽ പകയും അമർഷവുമൊക്കെ മാറി മാറി തെളിഞ്ഞു. നിരഞ്ജൻ പെട്ടെന്ന് രാഘവൻ പാൻ ചെന്നു. എന്നിട്ട് അയാളുടെ കവളിൽ ആഞ്ഞടിച്ചു. ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചൊലിച്ചു. വീണ്ടും കരുണത്തെ ശക്തമായി തല്ലി. കള്ളം പറയുകയാണ് നീ കള്ളം പറയുകയാണ്. നീ എന്നെ വഞ്ചിച്ചവനാണ്. ചതിയനാണ് നീ, ചതിയൻ. നിരഞ്ജൻ സമനില തെറ്റിയതുപോലെ പുലമ്പിക്കൊണ്ടിരുന്നു. ആദ്യം പെട്ടെന്ന് അയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. നിരഞ്ജന്റെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ രാഘവനാകെ ഉലഞ്ഞു പോയിരുന്നു. അയാളുടെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞു. നിങ്ങൾ എന്താണ് കാണിക്കുന്നത് നിരഞ്ജൻ? അയാളെ വിടാനല്ലേ പറഞ്ഞത്? ആദി സർവശക്തിയുമെടുത്ത് നിരഞ്ജനെ പിടിച്ചു മാറ്റി. അപ്പോൾ DNA ടെസ്റ്റ് റിസൾട്ട് കാണിച്ചതോ? ആദി? വൈകാലക്ഷ്മി സർവ്വതം തകർന്നുള്ളവർ ചോദിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സ്വന്തം ഭർത്താവിന് മറ്റൊരു സ്ത്രീയോട് ബന്ധമുണ്ടായിരുന്നുവെന്നും അവരെ വിവാഹം കഴിച്ചിരുന്നെന്നും അവരിൽ മകൾ ജനിച്ചിരുന്നെന്നും ഒരു സുപ്രഭാതത്തിൽ അറിയേണ്ടി വന്ന അവരുടെ വേദന ആദിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അത് ഫേക്കാണ് മാഡം. അവൻ സഹതാപത്തോടെ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെങ്ങനെ? അവരിൽ അമ്പരപ്പ് നിറഞ്ഞു. നിരഞ്ജന്റെ കയ്യിലുള്ളതും കോർട്ടിൽ പ്രസന്റ് ചെയ്തതുമായ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് മാഡം. മിസ്റ്റർ നിരഞ്ജന്റെ യമുനയുമായിട്ടുള്ള ബന്ധം നിരഞ്ജന്റെ വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമായിരുന്നില്ല. പ്രത്യേകിച്ച് മാഡത്തിന്റെ ഫാദർ ഇൻ ലോ പ്രശസ്തനായ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ചന്ദ്രശേഖർ അടിയേക്ക്. തൻ്റെ കുടുംബത്തിനും കുലീനത്തിനുമെല്ലാം കളങ്കം വരുന്ന ഒന്നായിട്ടാണ് യമുന നിരഞ്ജന്റെ റിലേഷൻഷിപ്പിനെ അദ്ദേഹം കണ്ടത്. DNA ടെസ്റ്റിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ മത്തായി തരകന്റെ സുഹൃത്തും കൊളീഗുമായ ഡോക്ടർ വിഷ്ണുദത്തൻ ചന്ദ്രശേഖർ അടികയുടെ അടുത്ത ബന്ധുവായിരുന്നു. ഡോക്ടർ മത്തായി തരകൻ താൻ ആദ്യം എടുത്തു വെച്ച സർട്ടിഫിക്കറ്റ് മറച്ചു വെച്ച് വിഷ്ണുദത്തൻ ആവശ്യപ്പെട്ട വിധത്തിലൊന്നുണ്ടാക്കി. അതാണ് കോർട്ടിൽ പ്രസന്റ് ചെയ്യപ്പെട്ടത്. ഡോക്ടർ വിഷ്ണുദത്തൻ വഴിയിലെ മാഡത്തിന് നിരഞ്ജൻ അടികയുടെ ആലോചന വന്നത്. വൈകാലക്ഷ്മി അതേ നമ്മട്ട് തലയാട്ടി. ഡോക്ടർ വിഷ്ണുദത്തൻ തൻ്റെ അച്ഛൻ തുളസീധര കൈമളിൻ്റെ സുഹൃത്തായിരുന്നു. അയാൾ വഴിയാണ് നിരഞ്ജൻ്റെ ആലോചന തനിക്ക് വന്നത്. അപ്പോൾ അയാളെല്ലാം മറച്ചു വെച്ച് തന്നെ ചതിച്ചതാണ്. ചന്ദ്രശേഖർ അടിയേക്ക് മരിക്കുന്നതുവരെ ഡോക്ടർ മത്തായി തരകനോട് സൗഹൃദമുണ്ടായിരുന്നു. ഞാൻ അല്ലുവിൻ്റെ കണക്ഷൻസ് വെച്ചാണ് ഡോക്ടർ മത്തായി തരകനെയും വിഷ്ണുദത്തനെയും ട്രേസ് ചെയ്തത്. അല്ലുവിനെ അതിന് സഹായിച്ചത് അവൻ്റെ ഗുരുവായ പ്രൊഫസർ നാരായണമൂർത്തിയാണ്. അദ്ദേഹത്തോട് പക്ഷേ അവൻ ഇക്കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർ മത്തായി തരകൻ ഇപ്പോൾ ബാംഗ്ലൂരുള്ള തൻ്റെ വീട്ടിൽ വിശ്രമജീവിതത്തിലാണ്.
70-നോടടുത്ത് പ്രായമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്കും ഓർമ്മയ്ക്കൊന്നും ഇപ്പോഴും യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഞാൻ ബാംഗ്ലൂരിൽ പോയി അദ്ദേഹത്തെ കണ്ടു. കാര്യങ്ങളെല്ലാം വിശദീകരിച്ചപ്പോൾ താൻ ചെയ്ത തെറ്റ് അദ്ദേഹം ഏറ്റു പറഞ്ഞു. ഹൈക്കോടതി ജഡ്ജിയായി ചന്ദ്രശേഖർ അടികയെ എതിർക്കാനുള്ള ധൈര്യം തനിക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ് അദ്ദേഹം അതിന് കാരണമായി പറഞ്ഞത്. ഡോക്ടർ വിഷ്ണുദത്തനും എല്ലാം സമ്മതിച്ചു കഴിഞ്ഞു. മാഡം ഇത് നോക്കൂ. വർഷങ്ങളായി ഡോക്ടർ മത്തായി തരകൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പാർവണയുടെ ജന്മരഹസ്യം വെളിപ്പെടുന്ന സർട്ടിഫിക്കറ്റാണിത്. നോക്കൂ, ഇതിൽ നിരഞ്ജൻ്റെയും പാർവണയുടെയും പേരിന് നേരെ പോസിറ്റീവ് മാച്ച് ആൻഡ് ബയോളജിക്കൽ ഫാദർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് പാർവണയ്ക്ക് ജന്മം കൊടുത്ത് മിസ്റ്റർ നിരഞ്ജൻ അടികയാണെന്ന് സത്യം. മാഡം സ്വയം പരിശോധിച്ച് ബോധ്യപ്പെടൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്ടർ മത്തായി തരകനെ ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ വിഷ്ണുദത്തനോട് ചോദിച്ചു നോക്കൂ. ഈ വൈകിയ വേളയിൽ അവരിനൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അഥവാ എന്നിട്ട് സംശയം തീർന്നില്ലെങ്കിൽ ഒന്നുകൂടി DNA ടെസ്റ്റ് നടത്തി നോക്കൂ. എന്തായാലും പാർവണ മിസ്റ്റർ നിരഞ്ജൻ്റെ മകളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ ഏറ്റവും വലിയ നിർഭാഗ്യമാണത്. ആദ്യ സർട്ടിഫിക്കറ്റ് വൈകാലക്ഷ്മിക്ക് നേരിട്ടി. അത് വാങ്ങി പരിശോധിച്ചതും അവരുടെ മുഖം നിർവികാരമായി. അവരത് നിരഞ്ജൻ അടിക്കടി നീട്ടി. അയാൾ വിറയ്ക്കുന്ന കൈകളോട് അത് വാങ്ങി നോക്കി. നിമിഷങ്ങൾ വേദനിപ്പിക്കുന്ന നിശബ്ദതയോടെ കടന്നുപോയി. നിരഞ്ജൻ ആ സർട്ടിഫിക്കറ്റിലേക്ക് തന്നെ നോക്കി നിന്നു. അയാളുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞൊഴുകി. ചുറ്റും രാഘവൻ്റെയും ആദിയുടെയും ഒക്കെ വാക്കുകൾ തീഗോളമായി കറങ്ങി വന്ന് അയാളെ പൊള്ളിച്ചു. ആരുടെയൊക്കെയുള്ള പക തീർക്കാൻ ഒരു പാവൻ പെൺകുട്ടിയെ ഇത്രയും തുറവിച്ചിട്ടും നിങ്ങൾക്ക് യാതൊരു കുറ്റബോധവും തോന്നില്ലേ? അതും താൻ ജീവൻ കൊടുത്ത സ്വന്തം കുഞ്ഞിനെ. ഒരു ജന്മം മുഴുവൻ അവൾ അനുഭവിച്ച അനാഥത്വത്തിനും അവമാനത്തിനും വേദനയ്ക്കും അരക്ഷിതാവസ്ഥകൾക്കും നിങ്ങളല്ലേ കാരണം? അത് നിങ്ങളുടെ കുഞ്ഞാണ് നിരഞ്ജൻ സാർ. നിങ്ങളുടെ രക്തത്തിൽ പിറന്ന സ്വന്തം മകൾ. അങ്ങനെയാണ് നിങ്ങൾ ഇത്രയും കാലം വേറൊരുവനുമെന്ന് വിചാരിച്ച് ആട്ടിപ്പായിപ്പിച്ചത്, ദ്രോഹിച്ചത്. നിരഞ്ജൻ്റെ നെഞ്ച് അതിതീവ്രമായി വേദനിച്ചു. അയാൾ ഒരു ആശ്രയത്തിനെന്ന പോലെ ആദിയെ നോക്കി.